വാ. വാ മോളെ. ഹലോ സാർ, ഞാൻ പ്രസാദ്. സാർ, ഇതെൻ്റെ മോള് ശ്രീദേവി. മാത്സിൽ കുറച്ച് വീക്കാ, അതുകൊണ്ടാണ് സ്കൂൾ മാറ്റിയത്. സാർ സ്ട്രിക്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോണം. നിങ്ങൾ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി മോളെ, അച്ഛൻ പോട്ടെ. ഗോ ഇൻസൈഡ്. ഈ മോഡൽ ഇപ്പൊ വരുന്നില്ല സാർ. ഇത് നിർത്തിയിട്ട് കുറെ കാലമായി. ഈ കടയിൽ അത്തരം പാവകൾക്ക് തീരെ ചെലവില്ലാന്ന്, അതുകൊണ്ട് കഴിഞ്ഞ വർഷം മുതൽ അവർ സ്റ്റോക്ക് എടുക്കുന്നില്ല. ഒരെണ്ണം ഉണ്ട് സാർ. ഇത് ഇമ്പോർട്ടഡ് ടോയ്സാ. പഴയ ടൈപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ ആരും വാങ്ങാറില്ല. അതുകൊണ്ട് ഞങ്ങളും കമ്പനിക്ക് ഓർഡർ കൊടുക്കാറില്ല. ഡിയർ സ്റ്റുഡൻസ്, സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഇന്ന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. ഒരു നാടിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ത്രീകളോടുള്ള മനോഭാവത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും. അതിന് ഉദാഹരണമായി വികസിത രാജ്യങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. അത്തരം രാജ്യങ്ങളിൽ ഇന്ത്യ ഒന്നാമതാണ്. അതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആദരവാണ്. ചുമ്മാ എഴുതി കൂട്ടാൻ പോലും അറിയില്ല. ഈ വർഷം നീ എങ്ങനെ പാസ്സാവനാടി? പറയടി. പഠിക്കുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും മുമ്പിലുണ്ട്. നിനക്ക് എന്താ പ്രശ്നം? പറയടി. ഓൾറെഡി ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു സാർ. നീ പോയിക്കോ, ഞാൻ ഇപ്പൊ വരും. നാളെ ഞാൻ ആരോട് എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയണം. അല്ലെങ്കിൽ എല്ലാവരും ഈ വർഷം ഫെയിൽ. അണ്ടർസ്റ്റാൻഡ്? പോയിക്കോ. ഈ വർഷം നമ്മുടെ സ്കൂളില് +2-ന് 100% റിസൾട്ടിന് വേണ്ടി +1-കാരെ ഈ വർഷം ടൈറ്റായിട്ട് ഡിഗ്രേഡ് ചെയ്യുക. അതുകൊണ്ട് ആവറേജ് സ്റ്റുഡൻസ് പാസ്സാവാൻ വലിയ പാടാ. നീയാണെങ്കിൽ ബിലോ ആവറേജും കൺഫോമായും തോൽക്കും. നെക്സ്റ്റ് ഇയർ എന്റെ പേര് നീ കളയരുത് ഷർമി. ലാസ്റ്റ് വീക്കിൽ നീ ഒരു പയ്യന്റെ കൂടെ ബൈക്കിൽ പോകുന്നത് കണ്ടല്ലോ. ഒന്നും പഠിക്കത്തുമില്ല, ചുറ്റി നടക്കുക. ഇതൊക്കെ ഞാൻ നിന്റെ പാരന്റ്സിനോട് പറയട്ടെ? എന്നാ പറയണ്ടല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് ചെയ്യണം. കേട്ടോ? കേട്ടോന്ന്? കേട്ടില്ലെങ്കിൽ എന്നാ പിന്നെ നീ ഫംഗ്ഷന് പോയിക്കും. നെക്സ്റ്റ് ഇയർ +2-ന് പോകണമെന്നുണ്ടെങ്കിൽ ആ ഡോർ ക്ലോസ് ചെയ്തിട്ട് വാ. നമ്മുടെ സ്കൂൾ കേരളത്തിലെ നമ്പർ 1 പൊസിഷനിലാണ്. അതിന്റെ പ്രധാന കാരണം നമ്മുടെ സ്കൂളിലെ അച്ചടക്കവും വിദ്യാഭ്യാസ നയവും കുട്ടികൾക്ക് ലഭിക്കുന്ന സുരക്ഷയുമാണ്. അതിന് കാരണക്കാരായ നമ്മുടെ ടീച്ചേഴ്സിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് മിസ്സസ് അന്നാബെല്ല ജോർജ് ഒരു ഇൻട്രസ്റ്റിംഗ് മാജിക് ഷോ ഇവിടെ അവതരിപ്പിക്കുന്നതായിരിക്കും.